ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഫരിസേയരോടും നിയമജ്ഞരോടും പറയുന്ന വാക്കുകൾ അത്യന്തം ശക്തമാണ്. നിങ്ങൾക്ക് ദുരിതം. യേശുവിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അത് വെറുതെ അന്നത്തെ സമൂഹത്തിലേക്കുള്ള കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഇന്നത്തെ നമ്മുടേതായ ജീവിതത്തിലേക്കുള്ള ആത്മപരിശുദ്ധനേക്കുള്ള ആഹ്വാനമാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നു, നിവേദനങ്ങൾ കൃത്യമായി സമർപ്പിക്കുന്നു, ആചാരങ്ങൾ ആചരിക്കുന്നു, പക്ഷേ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും അവഗണിക്കുന്നു എന്നതാണ്. യേശു പറഞ്ഞത് വളരെ വ്യക്തമാണ്. ദൈവത്തെ ആരാധിക്കുന്നത് വെറും ആചാരങ്ങളിലൂടെയല്ല, മറിച്ച് ദൈവത്തെ, മനുഷ്യനെ സ്നേഹിക്കുന്നതിലൂടെയാണ്. അതാണ് യഥാർത്ഥ ആരാധന. ഫരിസേയരും നിയമജ്ഞരും ധാർമ്മികരായിരുന്നു, പക്ഷേ അവരുടെ ധാർമ്മികത സ്നേഹമില്ലാതായിരുന്നു. അവർ ദൈവത്തിൻ്റെ നിയമം പഠിപ്പിച്ചും മറ്റുള്ളവരെ പഠിപ്പിച്ചു, എന്നാൽ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും ആരും അനക്കിയില്ല. യേശുവിൻ്റെ വാക്കുകൾ അതുകൊണ്ടാണ് ഇങ്ങനെ കഠിനമായത്. നീതിയും സ്നേഹവുമാണ് ദൈവത്തിൻ്റെ ഹൃദയം. അതില്ലാതെ മതജീവിതം വെറും പുറം ഭംഗി മാത്രമാകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് സമയമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ യേശു നമ്മളോട് ഓർപ്പെടുത്തുന്നത്, പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലം സ്നേഹപ്രവർത്തനമാണ്. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ചേർക്കുന്നു, എന്നാൽ സ്നേഹം നമ്മെ മനുഷ്യരോട് ചേർക്കുന്നു. ഇത്രയും ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. ലൂക്കാസ് സുവിശേഷത്തിൽ കാണുന്ന ഈ സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം നീതിയെയും സ്നേഹത്തെയും ഒന്നിച്ചു കാണുന്നവനാണ് എന്ന് നമുക്കറിയാം. നീതിയില്ലാത്ത സ്നേഹം മൃദുവായതും സ്നേഹമില്ലാത്ത നീതി കഠിനമായതുമാണ്. എന്നാൽ യേശു നമ്മെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും സമന്വയിപ്പിച്ച ജീവിതത്തിലേക്കാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ആത്മപരിശോധന നടത്താം. ഞാൻ എൻ്റെ ജീവിത വിശ്വാസത്തിൽ എത്രത്തോളം ദൈവസ്നേഹം പ്രകടമാക്കുന്നു? എൻ്റെ പ്രാർത്ഥനകൾ എത്രത്തോളം മറ്റുള്ളവരെ സ്പർശിക്കുന്നുണ്ട്? എത്ര പേർക്കാണ് ഞാൻ അവരോടൊപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമായി മാറിയത് എന്നൊന്ന് ആത്മപരിശോധന നടത്താം. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, യഥാർത്ഥ വിശ്വാസം പ്രാർത്ഥനയിലല്ല തുടരുന്നത്, മറിച്ച് സ്നേഹപ്രവർത്തനത്തിലാണ് പ്രകടമാക്കുന്നത്. യേശു പറഞ്ഞ നിങ്ങൾക്ക് ദുരിതം എന്ന വാക്ക് നമുക്ക് മുന്നറിയിപ്പല്ല, മറിച്ച് ആത്മീയ ഉണർവിൻ്റെ വിളിയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും പ്രകടിപ്പിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ വേദന കാണാതെ പോകാത്ത ഹൃദയം എനിക്ക് തരണമേ. എനിക്ക് കഴിയുന്നത്ര മറ്റുള്ളവർക്കായി ചെറുവിരൽ അനക്കാൻ എനിക്ക് കരുത്ത് തരണമേ. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.